നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിർമ്മിച്ച കമ്പനി പോലും സ്വന്തമാക്കാൻ ആഗ്രഹിച്ച ആ കാർ, അതെ, ആ ബെൻസ് കാർ ഇനി യൂസഫ് അലിക്ക് സ്വന്തം. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ അനുജനും മുതിർന്ന രാജകുടുംബാംഗവുമായിരുന്ന ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലിയും തമ്മിലുള്ള അപൂർവ സൗഹൃദത്തിന്റെയും ആത്മബന്ധത്തിന്റെയും അടയാളമാണ് ക്യാൻ 42 എന്ന ഈ ബെൻസ് കാർ. കവടിയാർ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന 1955 മോഡൽ മെഴ്സിഡീസ് ബെൻസ് 180 ടി കാർ യൂസഫ് അലിക്ക് സമ്മാനിക്കാൻ പോകുകയാണ്. ജർമ്മനിയിൽ നിർമ്മിച്ച ഈ ബെൻസ് 12,000 രൂപ നൽകിയാണ് 1950കളിൽ രാജകുടുംബം സ്വന്തമാക്കിയിരുന്നത്. കർണാടകയിൽ രജിസ്ട്രേഷൻ നടത്തിയ കാർ വാഹനപ്രേമിയായ മാർത്താണ്ഡവർമ്മയുടെ ശേഖരത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടതുമായിരുന്നു. ബംഗളൂരുവിൽ താമസിക്കുമ്പോൾ യാത്രയ്ക്ക് ഈ കാറാണ് അദ്ദേഹം പൊതുവെ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ തന്റെ 38ാം വയസ്സിൽ തുടങ്ങി സ്വയം ഓടിച്ചും യാത്രക്കാരനായും 40 ലക്ഷം മൈലുകൾ മാർത്താണ്ഡവർമ്മ സഞ്ചരിച്ചെന്നാണ് കണക്ക് വ്യക്തമാക്കുന്നത്. ഇതിൽ 23 ലക്ഷം മൈലുകളും ഈ ബെൻസിൽ തന്നെയായിരുന്നു. താണ്ടിയ ദൂരം അടയാളപ്പെടുത്തി ബെൻസ് കമ്പനി നൽകിയ മോഡലുകളും വാഹനത്തിന് മുന്നിൽ പതിപ്പിച്ചിരിക്കുകയാണ്. 85ാം വയസ്സിൽ മാർത്താണ്ഡവർമ്മ ഇതേ വാഹനം ഓടിക്കുകയുണ്ടായി. അതേസമയം കാറിന് മോഹവില നൽകി വാങ്ങാൻ പല പ്രമുഖരും അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ദൂരം സഞ്ചരിച്ച ബെൻസിനെ അഭിമാന ചിഹ്നമായി മാറ്റാൻ ബെൻസ് കമ്പനി തന്നെ ആഗ്രഹിക്കുകയും ചെയ്തു. ആയതിനാൽ തന്നെ തിരിച്ചെടുക്കാമെന്നും പകരം 2 പുതിയ കാറുകൾ നൽകാമെന്നും പറഞ്ഞ് കമ്പനിയിലെ ഉന്നതർ അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ വാച്ച് മുതൽ 1936 വാങ്ങിയ റോളി ഫ്ലക്സ് ക്യാമറയും കാറും ഉൾപ്പെടെ പുരാതനമായ എല്ലാ വസ്തുക്കളെയും പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ കാറിനെ കൈവിട്ടിരുന്നില്ല. അതേസമയം ആത്മമിത്രമായ യൂസഫ് അലിക്ക് കാർ കൈമാറാനായിരുന്നു ഉത്രാടം തിരുനാളിന്റെ തീരുമാനം എന്നത് ഏവരെയും ഞെട്ടിച്ചിരുന്നു. യൂസഫ് അലി അബുദാബിയിലെ വസതിയിലെത്തി സന്ദർശിച്ച മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ കവടിയാർ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. 2012 യൂസഫ് അലി പട്ടം കൊട്ടാരത്തിലെത്തിയപ്പോൾ തന്നെ കാർ സമ്മാനിക്കാനുള്ള ആഗ്രഹം ഉത്രാടം തിരുനാൾ ആഗ്രഹിക്കുകയും ചെയ്തു. ഉത്രാടം തിരുനാൾ വിടവാങ്ങിയതോടെ കാർ ഏറെക്കാലമായി മകൻ പത്മനാഭവർമ്മയുടെയും ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഫൗണ്ടേഷന്റെയും സംരക്ഷണയിലാണുള്ളത്. ഉത്രാടം തിരുനാളിന്റെ ആഗ്രഹപ്രകാരം വൈകാതെ തന്നെ കാർ യൂസഫ് അലിക്ക് സമ്മാനിക്കാനാണ് രാജകുടുംബത്തിന്റെ തീരുമാനം. അങ്ങനെ ആ ആത്മബന്ധത്തിന്റെ ആഴം ഏവരും കണ്ടറിയുകയും ചെയ്തിരിക്കുന്നു. ഇനി കാണുവാൻ പോകുകയുമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.